ആലപ്പുഴയിൽ അപൂർവ വൈകല്യത്തോടെ ജനിച്ച കുഞ്ഞിന്റെ തുടർ ചികിത്സയിൽ തീരുമാനം വൈകുകയാണ്. കുഞ്ഞിന് ഇന്ന് MRI പരിശോധന നടത്താൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്താൻ മാതാപിതാക്കൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ ചികിത്സ. നിഷ ദിലീപ് വിവരങ്ങളുമായി ചേരുന്നു. നിഷ, വിശദാംശങ്ങൾ. അപൂർവ വൈകല്യങ്ങളോടെ ജനിച്ച കുഞ്ഞിന്റെ തുടർ ചികിത്സ സംബന്ധിച്ച് തീരുമാനമാണ് വൈകുന്നത്. കാരണം ഈ തുടർ ചികിത്സ ഏത് രീതിയിൽ വേണമെന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ കുഞ്ഞിനെ പരിശോധിച്ച വിദഗ്ധ സംഘമാണ്. പീഡിയാട്രീഷ്യന്മാരുണ്ടായിരുന്ന സംഘത്തിൽ ഇവരാണ് കുഞ്ഞിനെ കഴിഞ്ഞ ദിവസം വിശദമായി തന്നെ പരിശോധിച്ചത്. ഇവരുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ തുടർ ചികിത്സ ഏത് രീതിയിൽ ആകണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് ഈ കുഞ്ഞിന് MRI നടത്താനായി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരാൻ മാതാപിതാക്കളോട് DM ഓഫീസിൽ നിന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് എന്തായാലും വരണം. അതിനുശേഷം മാത്രമായിരിക്കും തുടർ ചികിത്സ ഏത് രീതിയിൽ തെറാപ്പി അടക്കമുള്ള കാര്യങ്ങൾ വേണോ എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമാവുകയുള്ളൂ. അതിനിടെ ഈ യുവതിയുടെ ഗർഭകാല സ്കാനിങ്ങിൽ പിഴവുകൾ സംഭവിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ലാബുകൾ, ആലപ്പുഴയിലെ 2 സ്വകാര്യ ലാബുകളിലെ അൾട്രാസോണോഗ്രാഫി പരിശോധനയുടെ അംഗീകാരം സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട്. മാത്രമല്ല, യുവതി ഈ ഗർഭകാല സ്കാനിങ്ങിൽ പിഴവ് സംഭവിച്ചതുകൊണ്ടാണ് തനിക്ക് അപൂർവ വൈകല്യങ്ങളോടെയുള്ള കുഞ്ഞിന് ജന്മം നൽകേണ്ടി വന്നത്. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവ് തന്നെയാണെന്ന് ചൂണ്ടിക്കാട്ടി ആലപ്പുഴ DYSPക്ക് പരാതി നൽകിയിരുന്നു. ഇതിൽ ചികിത്സാ രേഖകൾ ഹാജരാക്കാൻ ആലപ്പുഴ DYSP MR മധുബാബു മാതാപിതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതനുസരിച്ച് ഇന്ന് ഈ കുഞ്ഞിന്റെ പിതാവ് ചികിത്സാ രേഖകൾ ഹാജരാക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ വിദഗ്ധ സമിതിയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ സമാന്തരമായി പോലീസിന്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. ശരി നിഷ.